ഹായ്, നമ്മളിന്ന് നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലൈംബിംഗ് റോസിൽ നിന്ന് വേറെ ഒരു കുഞ്ഞു റോസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ട്രൈ ചെയ്യാൻ പോട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ക്ലൈംബിംഗ് റോസാണ്. ഇത് നമ്മുടെ ജോസൂട്ടിയാണ്. ഇവിടെ മെനക്കേട് ഉണ്ടാക്കാൻ വന്നേക്കുവാണ്. ഓക്കെ, ഈ ക്ലൈംബിംഗ് റോസ് കണ്ടോ, ഇവിടെ പല റോസസ് ഉണ്ടായിരുന്നു. ആ റോസ് എല്ലാം വീണ് പോയായിരുന്നു. ആ ഹെഡ് അങ്ങ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ ഇതേതിൽ ഒരു മുട്ടും കൂടെ ഉണ്ട്. അപ്പോൾ ഇതേന്ന് നമുക്ക് പുതിയത് ഇപ്പോൾ എടുക്കാനൊക്കത്തില്ല. ബിക്കോസ് ആ മെയിൻ ബ്രാഞ്ചിൽ, ഇതാണ് അതിൻ്റെ മെയിൻ ബ്രാഞ്ച് വരുന്നത്. ആ മെയിൻ ബ്രാഞ്ചിൽ ഓൾറെഡി ഇപ്പം മുട്ടുകൾ ഫ്ലവർ ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ വെറുതെ കൊല്ലേണ്ട ആവശ്യമില്ല. പക്ഷേ അങ്ങനെ ഒരു ബ്രാഞ്ചായിരുന്നു ഇത്. കാണുന്നുണ്ട് ഈ കട്ട് ചെയ്ത ഭാഗം. ഇതിൽ കുറേ റോസസ് ഉണ്ടായിട്ട് ആ റോസ് എല്ലാം താഴെ വീണു. അതിനകത്തുനിന്ന് ഒരു ബ്രാഞ്ച് കട്ട് ചെയ്തെടുത്തു. അത് ഞാൻ കാണിച്ചു തരാം. പക്ഷേ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. 5 ലീവ്സ് ഉള്ള ഒരു മെയിൻ ബ്രാഞ്ച് സെർച്ച് ചെയ്യാം. താഴോട്ട് വെച്ചാൽ കുറച്ച് കട്ടിയുള്ള ബ്രാഞ്ച് ആയിരിക്കണം. ഈ ഒരു ബ്രാഞ്ച് നോക്കുവാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു 3 ഇലകളുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോൾ ഇവിടെ ഉണ്ട് ഒരു 2 എണ്ണം. പിന്നെ ഇത് കണ്ടോ, ഇത് കറക്റ്റ് 5 ലീഫ് ഉണ്ട്. ഈ മെയിൻ സ്റ്റെമ്മിന്റെ ഈ ഭാഗത്തായിട്ട് കട്ട് ചെയ്യുക. അതായത് ഒരു 5 മില്ലിമീറ്റർ സ്പേസ് കൊടുത്താൽ മതി. പിന്നെ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന കുഞ്ഞു ബ്രാഞ്ച് കണ്ടോ, ചെറുത്, അതുകൊണ്ട് ഒരു ഗുണമില്ല. ഇനി അതിൽ നിന്നൊന്നും വളരത്തില്ല. അപ്പോൾ നമ്മൾ അതും കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചെറിയൊരു സാധനത്തിൽ നിന്ന് വലിയൊരു സാധനം ഉണ്ടാക്കാൻ നോക്കുവാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഈ എനർജി കൂടുതലെടുക്കുന്ന സാധനങ്ങളൊന്നും അതിൽ ആവശ്യമില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ മെയിൻ ലീഫ് പകുതി കട്ട് ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് ആ ലീഫിലോട്ട് കൂടുതൽ എനർജി പോകാണ്ടിരിക്കാം. ഇത് കൂടുതൽ എനർജി കൊടുക്കുന്നത് റൂട്ട്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. ഓക്കെ, ഇനിയും ഞാൻ ചെയ്യാൻ പോകുന്ന നേരെ കമ്പോസ്റ്റിലോട്ട് ഇടുക. പക്ഷെ അത് മിക്സിലിടുന്നത്. ഇപ്പം ഇങ്ങനെ ചട്ടി എടുത്ത് അതിൻ്റെ അകത്ത് കുറച്ച് സ്റ്റോൺസ് ഇട്ടേക്കുവാണ്. ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഹോർട്ടിക്കൾച്ചറൽ 50%, കമ്പോസ്റ്റ് 50%. ഫുൾ കമ്പോസ്റ്റ് ആയിപ്പോയി അതങ്ങ് സോഗി ആയിട്ടിരിക്കും. അപ്പോൾ അത് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യത്തില്ല. പ്ലസ് ഈ റൂട്ടിംഗ് പൗഡർ, അതായത് റൂട്ട് ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പൗഡർ പോലത്തെ, അത് വാങ്ങാൻ കിട്ടും ആമസോണിലൊക്കെ. ഞാനത് വാങ്ങിയിട്ടില്ല. എന്തായാലും ഞാൻ ഈ മിക്സിലൊക്കെ ഇടുന്നത് വിച്ച് ഇസ് ഹോർട്ടിക്കൾച്ചറൽ ഗ്രിറ്റ് ആൻഡ് കമ്പോസ്റ്റ് 50%. സമാസമ ഇത് നമ്മൾ കുഴിച്ച് വെക്കുന്നത് ഇങ്ങനെ ഒരു സ്പേസ് ഇടുന്നു. നിരക്ക് ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇത് ചെയ്ത് വെച്ചേക്കുവാണ്. എന്നിട്ട് ഞാൻ ഈ കവറും കൊണ്ട് അതിനെ മൂടും. സെറ്റ് ചെയ്തു. ഇത് കണ്ടോ, നമ്മൾ നേരത്തെ ഒരു ഹീബി പ്രൊപ്പഗേറ്റ് ചെയ്തപ്പം അത് ചെയ്ത് വെച്ചില്ലേ. അപ്പം അതിൻ്റെ സൈഡിലോട്ട് ഞാൻ ഇതും വെച്ചിട്ടുണ്ട്. ആ ഹീബി പ്രൊപ്പഗേറ്റ് ചെയ്തതിൻ്റെ അപ്ഡേറ്റ് കാണാം. ഇത് എത്ര ആഴ്ചയെന്ന് എൻ്റെ വീഡിയോ നോക്കിയിട്ട് എനിക്ക് നോക്കാം. എന്നിട്ട് നമുക്കത് പൊങ്ങി വന്നോ നോക്കാം. ആക്ച്വലി വളർച്ചയുണ്ട് കേട്ടോ. അതേ ന്യൂ ലീഫ് വന്നേക്കുന്നു. അപ്പം ആ റോസ് അവിടെ നിന്ന് ഇങ്ങനെ വളരട്ടെ. നമുക്കൊരു 6 ആഴ്ച കഴിയുമ്പോൾ അത് സക്സസ്ഫുൾ ആയോന്ന് എടുത്ത് നോക്കാം. ഓക്കെ.